ഒരുപാട് സമയമായല്ലോ. വേഗം ചെന്ന് ലഞ്ച് റെഡിയാക്കണം. അപ്പൂപ്പനും രുദ്രയും മെജീഷ്യൻസ് മീറ്റിങ്ങിന് പോയിരിക്കുക. അവർ ഏത് സമയത്തും തിരിച്ചെത്തും. ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷകാൽ. ചില്ലി, ശരിക്കും പറഞ്ഞ നിന്റെ കൈകളിൽ മാജിക് ഉണ്ട്. വേഗം നീ അകത്തേക്ക് ചെന്ന് ടീയും ടിഫിനും റെഡിയാക്കി വെക്കുക. നിന്റെ പുതിയ കിങ്ങായ ഞാനിതാ വന്നിരിക്കുന്നു. പുതിയ കിങ്ങോ? അതും നീയോ? സൺ സിറ്റിയുടെ കിങ് അത് ജയ്സിംഗ് ചൗഹാൻ മാത്രമാണ്. ആണോ? നീ ജയ്സിംഗിന്റെ ഫാൻ ആണല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി കാണിച്ചു തരാം. നോക്കിക്കോ. അഖീറ, സഖീറ, 4 ഫീഡ് ക്രിയേറ്റർ. ഈ ഫോഴ്സ് ഫീൽഡ് നീ കാണുന്നുണ്ടല്ലോ. ഈ ഫോഴ്സ് ഫീൽഡ് എന്ന് വെച്ചാൽ ആന്റി ജയ്സിംഗ് ചൗഹാൻ, ആന്റി രുദ്രയാണ്. പിന്നെ ഷാക്കാൽ ഫ്രണ്ട്ലി സോണാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഷാക്കാലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുക. അത് മാത്രമല്ല, വിരുന്നിനുള്ള ഏർപ്പാട് റെഡിയാക്കുക. വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ചേട്ടാ, ഇന്ന് വരെ ഞാൻ ജയ്സിംഗിന്റെ പാലസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ടേയുള്ളൂ. നിന്റെ സാഹസം കൊണ്ട് ഇന്ന് ഈ പാലസ് നമുക്ക് സ്വന്തമായിരിക്കുകയാണ്. എല്ലാവരും അവിടെ തന്നെ നിൽക്കൂ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം മുത്തശ്ശ? ചേടാ, ഇത് പോലാത്ത പ്രശ്നമായല്ലോ. നമ്മുടെ പാലസിന് എന്താ പെട്ടെന്ന് പറ്റിയത്? മുത്തശ്ശ, ഹലോ എവരിബഡി. ജയ്സിംഗ്, ഷോക്കേറ്റു അല്ലേ? ഇപ്പൊ നിന്റെ ടോട്ടൽ പാലസും എന്റെ ഫോഴ്സ് ഫീൽഡിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നിങ്ങളും നാടും നഗരവും ചുറ്റിക്കാണാൻ പോയതല്ലേ? എനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് ഞാൻ മുതലാക്കി നിന്റെ കൊട്ടാരം ഞാൻ അപഹരിച്ചിരിക്കുകയാണ്. എന്റെ ഈ കളി തമാശ മതിയാക്കൂ ഷാക്കാൽ. ഇപ്പൊ ഇവിടുന്ന് പൊയ്ക്കോ. ഇത് പൊട്ടട്ടെ. മുത്തശ്ശ, Ibaiska, Zibaiska, Shield Breaker! നിന്റെ പാലസിനെ അവസാനമായിട്ട് ഒരു നിമിഷം കൂടി നോക്കിക്കോ ജയ്സിംഗ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ശരിക്കും പറഞ്ഞാൽ നിനക്ക് വളരെ വലിയൊരു മനസ്സാണുള്ളത്. കാര്യമായിട്ട് പറയാണ്. അതേന്നേ, ചിലപ്പോ നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എമ്മിയായ പലഹാരങ്ങൾ കൊടുത്തയച്ചേക്കാം. ദാഹത്തിന് കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കാട്ടിൽ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. ഷാക്കാൽ, നീ എത്ര സന്തോഷിക്കണമെങ്കിലും സന്തോഷിച്ചോ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. ഷാക്കാലിന്റെ മായാജാലം തകർക്കുവാനുള്ള വഴി അവനിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അവന് നീ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കെ. അവൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഓക്കെ മുത്തച്ഛ, ഇനി നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ സ്പൈ പട്ടാളം നിങ്ങൾക്കുള്ള എല്ലാ ഇൻഫർമേഷനും തരും.
ഷാക്കാൽ, ഇന്ന് ജയ്സിംഗ് ഇവിടുന്ന് പോയി കഴിഞ്ഞു. പക്ഷെ അവൻ വീണ്ടും പാലസിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സഹോദരി, ഞാൻ ഈ പാലസിന്റെ 4 വശത്തും അങ്ങനെ ഒരു ഷീൽഡ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്സരസിന് പോലും അത് തകർക്കാൻ കഴിയുകയില്ല. കാറ്റ് മാത്രം വന്ന് പോകാനായിട്ട് ഞാൻ പാലസിന്റെ ടോപ്പില് ഒരു ചെറിയ ദ്വാരം മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. ജയ്സിംഗ് അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അകത്തേക്ക് വരാനുള്ള വഴി ഒരിക്കലും കണ്ടെത്താനാവില്ല. അതേന്നേ. ആഹാരം അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. എന്താ ഇൻഫർമേഷൻ? നീ എന്താ ഈ പറയുന്നത്? ആണോ? ഇത് ശരിക്കും വലിയ ന്യൂസ് തന്നെയാ. ഈ കാര്യം എനിക്ക് ഉടനെ തന്നെ മുത്തച്ഛനോട് പറഞ്ഞേ പറ്റൂ. പറയച്ചില്ലേ, എന്തെങ്കിലും മനസ്സിലായോ? മുത്തച്ഛ, ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായത്. ഷാക്കാൽ പാലസിന്റെ മുകളില് ഒരു ചെറിയ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. അതുവഴി സിറ്റി മുഴുവൻ കാറ്റ് വന്ന് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ വഴി അകത്തേക്ക് വരാം. താങ്ക് യു ചില്ലേ. ജയ്സിംഗ് കുടുങ്ങിപ്പോയി. അവൻ എന്താ കരുതിയത്? ഇതൊന്നും എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? അവൻ എന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുമെന്ന് എനിക്ക് അറിയില്ലേ? അതൊന്ന് റിവൈൻഡ് ചെയ്യ. നീ എന്താ ഈ പറയുന്നത്? ആ പ്ലേറ്റിന്റെയും സ്പൂണിന്റെയും താളം കേൾക്കാൻ നല്ല രസമുണ്ട്. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങോട്ട് നോക്കൂ മുത്തശ്ശ. ചെല്ലി പറഞ്ഞതുപോലെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. രുദ്ര, നീ പാലസിൽ നിന്ന് ഒരല്പം അകന്നു നിൽക്കൂ. ഷാക്കാലിനെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ആദ്യം ഞാൻ പോയിട്ട് വരാം. എല്ലാം സേഫ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ വന്നോളൂ. സൂക്ഷിക്കണം മുത്തശ്ശ. എന്താ എനിക്ക് പറ്റിയത്? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കുട്ടികളെ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കൊള്ളൂ. മുത്തശ്ശൻ നിന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതല്ലേ? ജയ്സിംഗ് ചൗഹാൻ, നീ ശരിക്കും എന്റെ വലയിൽ കുടുങ്ങിപ്പോയി. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഈ പാലസിന്റെ മുകൾ വശത്ത് ജയ്സിംഗ് ചൗഹാന്റെ ഒരു സ്റ്റാച്യു വെക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്റെ ആ സ്വപ്നം ഇന്ന് നടന്നു കിട്ടി. അകത്തേക്ക് വരാനുള്ള വഴി ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. വാ വാ, നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ എല്ലാവരും അകത്തോട്ട് വാ. സ്റ്റാച്യു ആയി മാറി ഈ പാലസിന്റെ ഭംഗിയൊന്ന് കൂട്ട്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ തിരിച്ചു വരുവാടാ. മുത്തശ്ശനെ ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോകും. അത് നമുക്ക് നോക്കാം. ഷക്കാൽ നമ്മുടെ പാലസ് അപകരിച്ചിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. നമ്മൾ ശരിക്കും ഒരു തിരിച്ചടി കൊടുക്കണം. നമുക്ക് അവന്റെ പാലസ് കൈക്കലാക്കാം.